ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ഏകദിനം നടന്നത് രാജ്കോട്ടിലായിരുന്നു കേട്ടോ. ടോസ് നഷ്ടപ്പെട്ടിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് സ്കോറിങ് പതിയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ ഓവറിന് ശേഷമായിരുന്നു മെല്ലെ പതിയെ സ്കോറിങ്ങിന് കുറച്ച് വേഗത കൂട്ടിയത്. അതും പതിവിലും വ്യത്യസ്തമായിട്ട് ഗില്ലായിരുന്നു കേട്ടോ കളിക്ക് കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ടായിരുന്നത്. സ്കോർ 70 നിൽക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ 24 റൺ എടുത്തിട്ട് മടങ്ങി. അതും രോഹിത്തിന് കാര്യമായിട്ട് കളിയിലൊന്നും കാഴ്ചവെക്കാനായിട്ട് പറ്റിയൊന്നുമില്ല. 4 ബൗണ്ടറി മാത്രമായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നത്തെയും പോലെ ഒരു നല്ലൊരു കളി കാഴ്ചവെക്കും എന്ന് വിചാരിച്ചിരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കളി നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന കോഹ്ലി ഗില്ലുമായി കൂട്ടുപിടിച്ചിട്ട് മെല്ലെ സ്കോറിന് കുറച്ച് വേഗത കൂട്ടി. അപ്പോഴേക്കും 56 റൺ എടുത്ത ഗില്ല് മടങ്ങിയതിൻ്റെ ബാക്കിൽ തന്നെ കോഹ്ലിയും കൂടെ വന്ന ശ്രേയസ് അയ്യരും മടങ്ങി. അതോടുകൂടിയിട്ട് ഇന്ത്യൻ സ്കോർ 118-ന് 4 എന്ന് പറഞ്ഞ് തകർച്ചയിലായി. ഇന്ത്യൻ സ്കോർ 200 കടക്കില്ല എന്ന് ഉറപ്പിച്ച സ്ഥലത്ത് നിന്നും അവിടെ ജഡേജൻ്റെ കൂടെ കൂട്ടുപിടിച്ച് KL രാഹുൽ 73 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ മെല്ലെ 200 കടത്തിയതിന് ശേഷം ജഡേജ മടങ്ങിയതിന് ശേഷം പകരം വന്ന നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും അത്യാവശ്യം ഒരു 57 റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. അങ്ങനെ 250 റണ്ണ് കടത്തി. ഏകദേശം ഇന്ത്യ ഒരു സേഫ് സോണിൽ എത്തിച്ചതിന് ശേഷമാണ് നിതീഷ് കുമാർ റെഡ്ഡി മടങ്ങിയത്. ഇതിലെല്ലാം എടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സ് ആരുടെയെന്ന് പറഞ്ഞാൽ KL രാഹുലിൻ്റെയാണ് കേട്ടോ. KL രാഹുലിൻ്റെ ഇന്നിങ്സ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112 റൺസാണ് കേട്ടോ അടിച്ചു കൂട്ടിയത്. അതും 118-ന് 4 എന്ന് പറഞ്ഞൊരു തകർച്ചയിൽ നിൽക്കുന്ന 200 റൺസ് കിടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നും 250 റണ്ണിൻ്റെ മേലെ സ്കോർ കൊണ്ടുപോയി. ഇന്ത്യൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിക്കുന്ന സമയത്ത് 284-ന് 7 വിക്കറ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിച്ച് 285 റണ്ണാണ് ന്യൂസിലൻഡിന് ജയിക്കാൻ ആവശ്യമായിട്ട് വന്നത് കേട്ടോ. ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ രോഹിത്തിൻ്റെയോ അല്ലെങ്കിൽ കോഹ്ലിയുടെയോ ഒരു നല്ലൊരു ഇന്നിങ്സ് കാണാം എന്ന് പറഞ്ഞിട്ടായിരുന്നു കാണികൾ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ മൊത്തത്തിൽ നിരാശയായിരുന്നു കേട്ടോ. രണ്ടുപേരും 20 കളിൽ അവസാനിച്ചു പോയി. അവസാനം ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് പരാജയം എന്നുള്ള നിലയിൽ നിന്നും KL രാഹുലിൻ്റെയും ജഡേജൻ്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയൊക്കെ ഒരു നല്ലൊരു ഇന്നിങ്സ് കാരണം മാത്രമാണ് ഭേദപ്പെട്ട സ്കോറിൽ ഇന്ത്യ എത്തിയിരിക്കുന്നത് കേട്ടോ.